ഹായ്. കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഓട്ടോയിലാണ്. ഓട്ടോൻ്റെ കുറച്ച് ദിവസങ്ങളെന്നല്ല കുറച്ച് മാസങ്ങളിലായിട്ട് തന്നെ വണ്ടി കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സൈഡാക്കിയിട്ടേനു. ഇപ്പം എല്ലാ പണിയെന്ന് പറഞ്ഞിട്ട് ഏകദേശമൊക്കെ കുറേയൊക്കെ പണി കഴിച്ച് സെറ്റാക്കാണ്. വണ്ടീൻ്റെ ടയറും കാര്യങ്ങളൊക്കെ കഴുകി നമ്മൾ സാധാരണ പല്ലൊക്കെ തേച്ചെടുക്കൂലേ അതേമാതിരി അത് മുഖം കഴുകാണ്. ഗ്ലാസ് ആദ്യം നല്ലോണം ജസ്റ്റ് വെള്ളം കൊണ്ടൊക്കെ ഒന്ന് കഴുകി അതിന് ശേഷം സോപ്പൊക്കെ ഇട്ടൊന്ന് പതച്ച് കഴുകുക. എന്തായാലും വേണ്ടിയില്ല, ഒന്ന് ആളെ സുന്ദര കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് വണ്ടി. ഏകദേശം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഞാൻ തുടച്ചൊന്ന് വൃത്തിയാക്കി എടുത്താൽ പിന്നെ നല്ല മഞ്ഞുള്ള സ്ഥലമാണ്. ഒരു വീടിൻ്റെ മലമുകളിലാണ് വീട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഏകദേശം അത്യാവശ്യം കോടവും കാര്യങ്ങളൊക്കെ രാവിലെ ആകുമ്പോഴത്തേന് എന്തായാലും ഉണ്ടാവും. ഏതായാലും ആൾ ഒന്ന് ഉഷാറായിട്ടുണ്ട്. നിലവിൽ കുറച്ചുകൂടെ പണികളൊക്കെ ബാക്കിയുണ്ട് ചെയ്യാണ്ട്. പേര് മാറ്റാനുണ്ട്. പേരൊന്നും മാറ്റിയില്ല. മഹർ എന്ന പേര് എഴുതാനുണ്ട്. അപ്പോൾ ഏതായാലും ഒക്കെ വരും. അടുത്ത് എൻ്റെ വീടിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഒരു സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്. സ്കൂൾ ഗ്രൗണ്ട് കുട്ടികളൊക്കെ ഒന്ന് ഇടയ്ക്ക് വന്ന് കളിക്കാനാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പിന്നെ ആരുണ്ടാവാറില്ല. നമ്മളെ കിണറിൻ്റെ അടുത്ത് നമ്മളെ പൂച്ചക്കുട്ടിലൊക്കെ ഉണ്ട്. ഇത് കർട്ടനാണ്, സൈഡ് കർട്ടന്. അത് മഴ ചെയ്താൽ മാത്രമേ നമ്മളത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആവശ്യക്കാരെന്തെങ്കിലും പറയുകയാണെങ്കിൽ മാത്രം എന്നുള്ളതിൻ്റെ വിഷയം എന്ത് ചെയ്ത് സെറ്റാക്കി വെക്കാണ്. പെട്ടെന്ന് എടുക്കാൻ മഴ പെയ്താലേ ആകെ കുടുങ്ങിപ്പോൾ. അപ്പം ബാക്കിൽ എടുത്ത് വെക്കും. മഴ പെയ്യുകയാണെങ്കിൽ ആവശ്യക്കാർ പറയുകയാണെങ്കിൽ മാത്രം ഇട്ടെടുക്കും, അല്ലാതെ ഒന്നിട്ട് പോകാൻ. ഏതായാലും മിനുക്ക് പണിയൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇനി രാവിലെ തന്നെ പണിക്ക് പോകണം. ഒരു മാറ്റ് ഉണ്ടെങ്കിലും കുറേ ആയി പുറത്തിട്ട് വെച്ചിട്ട് കുറച്ച് നല്ലോണം ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഒന്ന് രസം ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡൊക്കെ ഒഴിച്ചൊന്ന് രസം ഒന്ന് ഏകദേശം ഒന്ന് മഞ്ചാക്കി എടുക്കുകയാണ്. പഴയതാണ് സാധനം, അതിന് പുതിയതാക്കണം. ഓക്കെ, അവസാന മിനുക്ക് പണിയിലാണ്. ഏതായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറ്റിക്കാട്ടിൽ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവാം കേട്ടോ. ഏതായാലും പോയി നോക്കട്ടെ എന്താ സ്ഥിതിയൊന്നും അറിയില്ല. കാലങ്ങൾക്ക് ശേഷമാണ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. ഓക്കെ, ഞാനിവിടെ എത്തിയ സമയത്ത് ആദ്യം തന്നെ ഒരു കൈനീട്ട ഓർഡർ പോയിരുന്നു. അപ്പം കിട്ടിയതാണതാ 30 റുപ്യ. ഞാനും മുന്നിൽ പോയ വേറൊരു വണ്ടിക്കാരനും കൂടി ഒപ്പരം പോയതാ. അങ്ങനെ ഓരോ 30 ആയി വേണം ഒരു 1000, 1500, 1200 ആ ലെവലിലേക്ക് എത്തിപ്പിടിക്കാൻ. നേരെ കാണുന്നത് മലബാർ ഗോൾഡിൻ്റെ വില്ലാസാണ് കേട്ടോ. ആ കൈനീട്ടം കിട്ടിയ വകയിൽ എന്ത് ചെയ്ത് നേരെ വാട്ടുപറമ്പുള്ള മീൻ മാർക്കറ്റിൽ പോയി മീൻ ഏകദേശമൊക്കെ എല്ലാത്തിൻ്റെയൊക്കെ വിലയൊക്കെ ഒന്ന് തിരക്കി. അവസാനം നമ്മളെന്ത് ചെയ്ത് നമ്മൾ ബ്രാൻഡ് വാങ്ങി. ഏത് അയിലും വാങ്ങി. നമ്മളെ പൂച്ചക്കുട്ടിയേക്ക് കുട്ടികളോടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്ത് കുട്ടികൾക്കുള്ള സാധനം എടുത്ത് കുട്ടികളെ കയ്യിൽ തന്നെ കൊടുത്തു. കിട്ടിയപ്പോൾ ആയിട്ടുകൾക്കൊരു വളരെ സന്തോഷം. ഒരാളും കൂടി ഉണ്ട് വരാൻ. ഒരു കറുപ്പ് വെള്ളം കൂടി ഉണ്ട്, പക്ഷെ ആളെ കാണില്ല. വേണ്ട,
വലുത് കൊടുക്കല്ലേ, ചെറുത് കൊടുത്തോളേ. അത് എന്തായാലും കിട്ടൽ നിർബന്ധമാണ്. കിട്ടിയില്ലെങ്കിൽ ആകെ ഇടങ്ങാറാക്കി കാണും. ഹാപ്പിയാണ്. ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.